എളവള്ളി പഞ്ചായത്തിലെ മണച്ചാൽ ചിൽഡ്രൻ പാർക്കിന്റെ ചുറ്റുമതിൽ തകർന്നതിൽ അന്വേഷണം വേണമെന്ന് കോൺഗ്രസ്. ഗ്രാമപഞ്ചായത്തിൽ 2025 മെയ് മാസത്തിൽ നിർമ്മാണം പൂർത്തിയാക്കി ഉദ്ഘാടനം നടത്തിയ മണച്ചാൽ ചിൽഡ്രൻസ് പാർക്കിന്റെ ചുറ്റുമതിൽ തകർന്നതും വൻ ദുരന്തം ഒഴിവായതും വിജിലൻസ് അന്വേഷിക്കണമെന്ന് കോൺഗ്രസ് പാവർട്ടി ബ്ലോക്ക് കമ്മിറ്റിയും എളവള്ളി മണ്ഡലം കമ്മിറ്റിയും സംയുക്തമായി ആവശ്യപ്പെട്ടു. 85 ലക്ഷം രൂപ ചെലവഴിച്ച് ടൂറിസം വകുപ്പിന്റെ സഹായത്തോടെ നിർമ്മിച്ച പാർക്ക് ഈ വർഷത്തെ ആദ്യ മഴയ്ക്ക് തന്നെ തകർന്നത് നിർമ്മാണത്തിലെ അപാകതയും കൃത്യമായ പഠനവും ഇല്ലാത്തതിന്റെയും ഭാഗമാണെന്ന് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് CJ സ്റ്റാൻലിയും മണ്ഡലം പ്രസിഡന്റ് പ്രസാദ് വാഗയും ആരോപിച്ചു. മണച്ചാലിൽ ഇപ്പോൾ 25% വെള്ളമാണ് ഒഴുകുന്നത്. ശക്തമായ മഴ വന്നാൽ മണച്ചാൽ നിറഞ്ഞു കവിഞ്ഞ് വെള്ളം ഒഴുകും. ആ ഒഴുക്കിൽ മണച്ചാൽ തീരത്ത് പണിത കുട്ടികൾക്ക് വേണ്ടിയുള്ള ഈ പാർക്ക് തന്നെ ഒലിച്ചുപോകാൻ സാധ്യതയുണ്ടെന്നാണ് കോൺഗ്രസ് നേതാക്കളുടെ ആരോപണം. നിർമ്മാണ പ്രവർത്തനങ്ങളിലെ അപാകതയും മറ്റു ബന്ധപ്പെട്ട വിഷയങ്ങളും അന്വേഷിക്കണമെന്നും കോൺഗ്രസ് നേതാക്കൾ ആവശ്യപ്പെട്ടു. ഏകദേശം 85 ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ട് 2025 മെയ് മാസത്തിൽ അന്നത്തെ MLA ആയിരുന്ന മണലൂരിന്റെ MLA ആയിരുന്ന ശ്രീ മുരളി പെരുന്നെല്ലി ഉദ്ഘാടനം ചെയ്ത മണച്ചാൽ ചിൽഡ്രൻസ് പാർക്കാണ് ആദ്യത്തെ മഴയ്ക്ക് തന്നെ തകർന്നത്. ജൂലൈ മാസം, അടുത്ത മാസമാകുമ്പോഴേക്കും മണച്ചാൽ നിറഞ്ഞ് വെള്ളമൊഴുകുന്ന ഒരു സമയമാണ്. ആ സമയമാകുമ്പോഴേക്കും ഈ പാർക്ക് തന്നെ ഇവിടെ ഉണ്ടാകില്ല. കമ്മീഷൻ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ എളവള്ളി പഞ്ചായത്തിൽ ചെയ്തതിന്റെ ഫലമായാണ് ഈ പാർക്ക് ഇന്ന് തകർന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ശക്തമായ അന്വേഷണം, ഞങ്ങൾ വിജിലൻസിൽ പരാതി കൊടുത്തുകൊണ്ട് അതിന് സമഗ്രമായ ഒരു അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് നടത്തണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്.